بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله قال وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه شفيعنا رسول الله ما جف دم سال من العينين لكنه يجري على الخدين من حب
قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما وعلى أمة محمد. പ്രിയമുള്ള ഉസ്താദുമാരെ, ജമാഅത്തിന്റെ പ്രസിഡന്റ്, മറ്റ് മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ മജ്‌ലിസ് പാരിപ്പള്ളി മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ട് ഇന്നേക്ക് 6 ദിവസം തികയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞുപോയ ദിവസങ്ങളിലും ഇന്നേ ദിവസം കേൾക്കാനിരിക്കുന്നതുമായ സർവ വിജ്ഞാനങ്ങളും നമ്മുടെ ഹൃദയാന്തരത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിച്ച് പരിശുദ്ധമായ സ്വർഗീയ ലോകത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വിഷയം മോചനത്തിന്റെ മാസം, പരിശുദ്ധ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചില ദിവസങ്ങളെക്കാളും ചില മാസങ്ങളെക്കാളും ചില വർഷങ്ങളെക്കാളും ചില മനുഷ്യരെക്കാളും പ്രത്യേകത കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞാലും അവസാനിക്കുന്നത് അല്ല. അത്രയും സുന്ദരമായ ഒരു മാസമാണ്. നമുക്കറിയാം, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. ഈ 12 മാസത്തിൽ 11 മാസവും നാം എങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവരാണ്. ചിലർ സർവേശ്വരനായ സർവാധിപതിയായ ലോകരക്ഷിതാവായ തമ്പുരാനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മഹത്തുക്കളായ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില സമയത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് അള്ളാഹുവും വേണ്ട, റസൂലും വേണ്ട, പള്ളിയും വേണ്ട, പാതിരിയും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സുന്ദരമായ ഒരു മാസം നമുക്ക് കനിഞ്ഞു തന്നത്? 11 മാസക്കാലം എങ്ങനെയൊക്കെയോ ജീവിച്ചു. ആ ജീവിതത്തിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് നാം മരിച്ചു പോകും. മരിക്കുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നമുക്ക് വിജയിക്കുവാൻ വേണ്ടിയാണ്, പാപമോചനം തേടുവാൻ വേണ്ടിയാണ്, ധാരാളം ഖുർആൻ ഓതുവാൻ വേണ്ടിയാണ്, ധാരാളം ദിക്റുകൾ ചൊല്ലുവാൻ വേണ്ടിയാണ്, സർവേശ്വരനായ അല്ലാഹുവിലേക്ക് ലയിക്കുവാൻ വേണ്ടിയാണ് ഈ സുന്ദരമായ ഒരു മാസം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാന്റെ അവസാനത്തെ ദിവസം, ഇന്ന് ഇവിടെ പരിശുദ്ധമായ ശഅബാന്റെ അവസാന ദിവസമാകുന്നു എന്നതുപോലെ പരിശുദ്ധമായ ശഅബാന്റെ അവസാന ദിവസം
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സച്ചരിതരായ സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ മാസത്തിലെ അവസാന ദിവസം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കതാ സുന്ദരമായ ഒരു പ്രഭാഷണം, ഒരു ഖുത്ബ നടത്തി തന്നു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സുന്ദരമായ ഒരു ഖുത്ബ, സുന്ദരമായ ഒരു പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് അതാ പ്രസംഗിച്ചു തരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. വെറും മുസ്ലിമിനെ മാത്രമല്ല വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലോകത്തുള്ള സർവ്വ മനുഷ്യ മക്കളെയും വിളിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യന്മാരെ. ഖദ് അദല്ലകും ശഹ്റുൻ അളീം, നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു മാസം അതാ വരുന്നു. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന മഹത്തായ ഒരു മാസം അതാ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആ മാസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വീണ്ടും പറയുകയാണ്, ശഹ്റുൻ മുബാറകുൻ, അത് ബർക്കത്താക്കപ്പെട്ട മാസമാകുന്നു. അത് ബർക്കത്താക്കപ്പെട്ട മാസമാകുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ബർക്കത്തിനെ നാം തേടണം, ചോദിക്കണം. എത്രത്തോളം അല്ലാഹുവിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടിയാലും മതിയാവുകയില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിന്റെ ഗതിവിഗതികൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഒരു നേരത്തെ ഭക്ഷണ സാധനത്തിന് വേണ്ടി ഓടുന്ന എത്രയോ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അതാണ് പറയുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ബറക്കത്താക്കപ്പെട്ട ശഹ്റുൻ മുബാറകുൻ, ബറക്കത്താക്കപ്പെട്ട ഒരു മാസം അതാ നിങ്ങളിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ബറക്കത്തിനെ ചോദിക്കണം. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫീഹി ലൈലത്തുൻ, അതിൽ ഒരു രാത്രിയുണ്ട്. ആ പരിശുദ്ധമായ റമദാനില്ലതാ ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയെ കുറിച്ച് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു രാത്രി. 1000 മാസങ്ങളെക്കാളും ഹൈറായ ഒരു രാത്രിയാകുന്നു. ആ രാത്രി അതാ പരിശുദ്ധമായ റമദാനിൽ, ആ പരിശുദ്ധമായ റമദാന്റെ മാസത്തിൽ, ആ റമദാന്റേതായ അവസാനത്തെ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുവാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ്. എന്നിട്ടോ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ രാത്രിയെ കുറിച്ച് വീണ്ടും പഠിപ്പിക്കുകയാണ്. തനസ്സലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അതാ ഭൂമി ലോകത്ത് ഇറങ്ങുന്നു. ആകാശ ലോകത്തു നിന്നും അതാ ഭൂമി ലോകത്തിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. വറൂഹു, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, റൂഹ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം ആകാശ ലോകത്തു നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയാ. നോക്കണം നിങ്ങൾ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കൽപ്പനകളുമായി കൊണ്ട് അല്ലാഹുവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സമ്മതപ്രകാരം അതാ ഇറങ്ങി വരികയാണ് മലക്കുകൾ ഭൂമി ലോകത്തിലേക്ക്.
ആ രാത്രിയിൽ നാം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. നോക്കണം, ഏതുവരെയാണ് അവർ ഈ ഭൂമി ലോകത്ത് കാണുന്നത്? ഏത് സമയം വരെയാണ് അവർ കാണുന്നത്? ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ ആ മലക്കുകൾ ഈ ഭൂമി ലോകത്ത് കാണുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കതാ ഉണർത്തി തരുകയാണ്. അവിടുത്തെ സച്ചരിതനായ സ്വഹാബത്തുൽ കിറാമിനെ നൂറ്റാണ്ടുകൾക്കപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി കൊടുക്കുകയാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു സുന്ദരമായ മാസമാകുന്നു പരിശുദ്ധമായ റമദാൻ മാസം. മറ്റു ഒരു നബിമാർക്കോ ഒരു സമുദായത്തിനോ കൊടുക്കാത്തത്തോളം ശ്രേഷ്ഠതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അതാ ഖുതുബ പ്രസംഗം തുടർന്നുകൊണ്ട് പോവുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജഅലല്ലാഹു സിയാമുഹു, ആ സുന്ദരമായ മാസമുണ്ടല്ലോ, ആ മാസത്തിൽ ആ പരിശുദ്ധമായ നോമ്പ്, പരിശുദ്ധമായ നോമ്പ് അത് ഫർളാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസം പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നോമ്പ് നിർബന്ധമാക്കി തന്നിരിക്കുകയാണ്, ഫർളാക്കിയിരിക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ടോ അതിന്റെ രാത്രിയിൽ അതാ തറാവിഹ് സുന്നത്ത് നിസ്കാരം, രാത്രിയിൽ സുന്നത്ത് നിസ്കാരമുണ്ട് പരിശുദ്ധമായ തറാവിഹിൽ. പരിശുദ്ധമായ റമദാൻ മാസം 20 റക്അത്ത് തറാവിഹ് നിസ്കരിക്കൽ സുന്നത്താക്കിയിരിക്കുന്നു. പരിശുദ്ധമായ തറാവിഹ് സുന്നത്ത് നിസ്കാരം നാം അത് മുറുകെ പിടിക്കണം. ചിലരതാ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നാൽ പോലും പള്ളിയിലേക്ക് വരികയോ അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ പള്ളിയുമായി കൊണ്ടൊന്ന് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവിടുള്ള ആലിമീങ്ങളുമായി കൊണ്ടൊന്ന് ബന്ധപ്പെടുകയോ നല്ല കാര്യങ്ങളൊന്ന് ചോദിച്ചു പഠിക്കുകയോ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോഴാണ് അതിന്റെ മഹത്വത്തെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കുന്നത്. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ ഫതറ ഫീഹി സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഫതറ ഫീഹി, ആ പരിശുദ്ധമായ റമദാൻ മാസമുണ്ടല്ലോ, ആ റമദാൻ മാസം ആരെങ്കിലും അതാ നോമ്പ് തുറപ്പിച്ചു, സായിമൻ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, അവനതാ മാപ്പുണ്ട്, അവൻ ചെയ്തു പോയതായ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങൾക്ക് പാപമോചനമുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വരുമ്പോൾ നോമ്പ് മുറിപ്പിക്കുവാൻ വേണ്ടി നാം തുനിയണം. കാരണം എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതങ്ങോട്ട് പറയേണ്ട താമസം ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ സച്ചരിതനായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറുസ് സായിമാ, നോമ്പ് തുറപ്പിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ നബിയേ. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം കുറെ ആഹാര പാനീയങ്ങൾ കൊണ്ടുവന്നിട്ട് വിളമ്പണമെന്നല്ല. അത് വിളമ്പണം, പക്ഷേ നോമ്പ് തുറപ്പിക്കുന്നതായ സമയത്ത് ഒരു സാധുവായ മനുഷ്യനതാ അദ്ദേഹത്തിന്റെ കയ്യിൽ പൊറോട്ടയോ ഇറച്ചിയോ ഒന്നും തന്നെ കൊടുക്കുവാനുള്ള കഴിവ് സാധുവായ മനുഷ്യനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ നോക്കിക്കോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തുൽ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളതാ ഒരു ഞുറുക്ക് വെള്ളമാണോ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ കഴിയുക? നിങ്ങൾ അത് ചെയ്തോ? അതല്ല നിങ്ങൾ ഒരു കാരക്ക കഷണമാണോ കൊണ്ടുപോയി നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്നത്? നിങ്ങൾ അത് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് അതിനും കഴിയുന്നില്ല, ഒരു കാരക്കയോ ഒരു ഈത്തപ്പഴമോ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഒരു ഗ്ലാസ് പാലെങ്കിലും കൊണ്ടുപോയി നോമ്പ് തുറപ്പിച്ചാൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റിനതാ പാപമോചനമുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പറഞ്ഞു നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു വ്യക്തിയാണോ ഏതൊരു വസ്തു കൊണ്ടാണോ നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക, അങ്ങനെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് ആ നോമ്പ് തുറക്കുന്ന വ്യക്തിക്ക് കിട്ടിയ പ്രതിഫലം ഈ മനുഷ്യനും കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം ശ്രേഷ്ഠതയാണ് നോമ്പ് തുറപ്പിക്കുന്നതിനുള്ളത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വരികയാണ്. നമ്മളെ കൊണ്ട് ഒരു കവറിനകത്ത് കുറച്ച് ഈത്തപ്പഴമാണോ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുക? കൊണ്ടുപോയി കൊടുക്കുക, നമ്മുടെ പാപത്തിന് മോചനമുണ്ട് കേട്ടോ. അതല്ല, അതിനെനിക്ക് കഴിയുകയില്ല. എന്നാലതാ ആരാണോ നോമ്പ് തുറക്കാനിരിക്കുന്നത് പള്ളിയിൽ നിരന്ന് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും അതാ നമ്മുടെ മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പ് അല്പസമയത്ത് എല്ലാവരും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ചെല്ലട്ടെ, നമ്മുടെ കരങ്ങളാൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി ഒരു നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുത്തന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പാപമോചനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് നോമ്പ് തുറപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠത. ഇനി നിങ്ങൾ നോക്കണം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? പരിശുദ്ധമായ റമദാന്റെ ആദ്യ രാവുകൾ ഉണ്ടല്ലോ, അവ്വലുഹു റഹ്മത്തുൻ. പരിശുദ്ധമായ റമദാന്റെ ആദ്യത്തെ 10 അത് റഹ്മത്തിന്റെ 10 അല്ലാഹുവിന്റെ അടുക്കൽ കരുണയെ നാം ചോദിക്കണം. റമദാൻ ഷരീഫിന്റെ ആദ്യത്തെ 10 അത് നാം റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. റഹ്മത്തിന്റെ 10 ആദ്യത്തെ 10. വഔസതുഹു മഗ്ഫിറത്തുൻ, അതിന്റെ മധ്യമായി വരുന്ന 10 മഗ്ഫിറത്തിനെ ചോദിക്കുക. നാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ദിനം പ്രതി നമ്മുടെ കണ്ണ് ഒരുപാട് ഹറാമിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ കൈകൾ ഒരുപാട് ഹറാമിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ കാലുകൾ ഒരുപാട് ഹറാമിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ദിനം പ്രതി നാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിൽ നിന്ന് മോചനം തേടുവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാന്റെ മധ്യത്തെ 10 നമുക്ക് നൽകിയിരിക്കുന്നത്. പാപമോചനം തേടിക്കോ. അള്ളാഹുവിന്റെ അടുക്കൽ എടുത്തെടുത്ത് ചോദിക്കണം, പടച്ചവനെ, ഞാൻ ഇന്ന ദിവസം ആരോരും കാണാത്ത രാത്രിയിൽ ഞാനതാ ഒരു തെറ്റ് ചെയ്തു പോയി നാഥാ.
അങ്ങനെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് സർവേശ്വരനായ പടച്ച തമ്പുരാന്റെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റമദാനിൽ അതിന് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് വആഖിറുഹു യതുകും മിനന്നാർ. നരകത്തിൽ നിന്നും മോചനം തേടണം, നരകത്തിൽ നിന്ന് മോചനം തേടണം. എത്രയോ മഹത്തുക്കളതാ നരകമോചനം അല്ലാഹുവിന്റെ അടുക്കൽ ചോദിക്കുകയും നരകത്തിൽ നിന്നും അവർ അതാ രക്ഷ നേടുകയും ചെയ്ത എത്രയോ ചരിത്രമുണ്ട്. നമുക്കറിയാം മുൻകാല മഹത്തുക്കൾ പരിശുദ്ധമായ റമദാൻ ഷരീഫ് അല്ലെങ്കിലും ശരി അവർ അല്ലാഹുവിനെ ഭയന്ന് എത്രയോ മഹത്തുക്കളുണ്ട്. പക്ഷേ നമുക്കിന്നതിന് സാധിക്കുന്നില്ല. നാം ഭൂമിലോകത്തിന്റെ അലങ്കാരത്തിൽ വീണ് അതിൽ ഉഴഞ്ഞുകൊണ്ടിരിക്കുകയാ. പോരാ ദുനിയാവെന്ന് പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. അൽമാലു നമുക്കെല്ലാവർക്കും ധാരാളം മുതലുകൾ ഉണ്ടല്ലോ. അൽമാലു മുതല്, വൽബനൂന സന്താനങ്ങള്. ചിലരതാ വിചാരിക്കും, അഹങ്കരിച്ചുകൊണ്ട് പറയും എനിക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 4-5 ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടതാ പരിശുദ്ധ റമദാനവരെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട്, അല്ലാഹുവിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് കുറച്ച് ആൾക്കാര് പോകുമല്ലോ, അവരെ ചിലരെല്ലാം പറഞ്ഞ് കളിയാക്കലുണ്ട്. RSPയുടെ ആൾക്കാര് അഥവാ റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആൾക്കാര് ചിലരുണ്ട്. നിങ്ങൾ അവരെ ആരെയും കളിയാക്കാൻ പോകണ്ട. പരിശുദ്ധമായ റമദാൻ ഷരീഫ് ഉണ്ടല്ലോ, ഏത് വ്യക്തി അതാ തറാവിഹ് നിസ്കരിക്കാൻ പോകുന്നോ, ഏത് വ്യക്തി അതാ നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ടോ, അവർ ആ മാസത്തിലെങ്കിലും കയറിയില്ലേ? പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് പോലും എത്രയോ മക്കളതാ പള്ളിയിൽ കയറാത്തവരുണ്ട്. അല്ലാഹുവിനെയും റസൂലിനെയും വേണ്ട, എനിക്ക് ധാരാളം മക്കളും എനിക്ക് ധാരാളം സമ്പത്തുമുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വൽ ബാഖിയാത്തു സാലിഹായ അമലുകൾ മാത്രമേ നിനക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട്, എനിക്ക് കുറച്ച് ആൺസന്താനങ്ങളുണ്ട്, അവരെനിക്ക് എന്തും ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കണ്ട. പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വന്നാൽ നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും എല്ലാവരെയും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇബാദത്തിലേക്ക് മുഴുകിക്കോ എന്ന് അതാ നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയുമോ, സാലിഹായ അമലുകൾ മാത്രമേ നമുക്ക് ശേഷിക്കുകയുള്ളൂ, ബാക്കി മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നു. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ധാരാളം പാപമോചനം തേടണം. നിങ്ങൾ നോക്കിക്കോ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാലിൻ. 4 കാര്യങ്ങൾ അതാ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ നിങ്ങൾ അധികരിപ്പിക്കണം. 4 കാര്യങ്ങൾ നിങ്ങൾ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഏതാണ് ആ 4 കാര്യമെന്നറിയുമോ? അതാ പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കാര്യം അതാ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുവാനുള്ളതാ.
രണ്ടു കാര്യങ്ങൾ അതാ സർവേശ്വരനായ സർവാധിപതിയായ ലോകരക്ഷിതാവായ തമ്പുരാൻ നമുക്ക് കണ്ണ് തന്ന അല്ലാ, നമ്മളെ അതാ നടക്കുവാനുള്ള കാല് തന്ന അല്ലാ, നമുക്കതാ എഴുതുവാൻ ശക്തി തന്ന കൈ തന്ന പടച്ചവൻ, ആ പടച്ചവനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അതാ രണ്ടു കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ പടച്ചവനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത്. മറ്റേ രണ്ട് കാര്യം എന്തെന്നറിയുമോ? അത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഭൂമിലോകത്ത് മനുഷ്യനതാ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനതാ അത്യാവശ്യമായി വരുന്ന രണ്ട് കാര്യമാ. അത് ദുനിയാവിലും നമുക്ക് ആവശ്യമായി വരുന്നു. അതിന്റെ പുണ്യമതാ നാളെ പാരത്രികമായ ലോകത്ത് കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏതാണ് രണ്ട് കാര്യം? അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള രണ്ട് കാര്യം ഏതെന്നറിയുമോ? ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ, അത് നിങ്ങൾ അധികരിപ്പിച്ചോ. മറ്റുള്ള ദിവസങ്ങളിൽ, മറ്റുള്ള വർഷങ്ങളിൽ, മറ്റുള്ള ആഴ്ചകളിൽ നടക്കുന്നത് പോലെയല്ല. മറ്റുള്ള ആഴ്ചകളിലോ മറ്റുള്ള ദിവസങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ നിങ്ങൾ ചെല്ലുന്ന ദിക്ർ പോലെയല്ല. മറിച്ചതാ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പെരുപ്പിച്ചോ. ഒരു മനുഷ്യനതാ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ സ്വശരീരത്തിനു വേണ്ടി 70,000 ദിക്ർ ചൊല്ലിവെക്കാൻ മറന്നു പോകല്ലേ. ആരെങ്കിലും ഇന്നേ വരെ ചൊല്ലിയിട്ടുണ്ടോ? നമ്മളുടെ ഇടയിൽ അതാ 50ഉം 60ഉം വയസ്സ് വരെ ജീവിച്ചവനുണ്ടല്ലോ. അതല്ല എങ്കിൽ അതാ 10ഉം 15ഉം 20ഉം 25ഉം വയസ്സുള്ളവരുണ്ടല്ലോ. ഇന്ന് വരെ ആരെങ്കിലും ഏതെങ്കിലും സഹോദരിയോ സഹോദരന്മാരോ അവരുടെ ശരീരത്തിന് വേണ്ടി ഞാൻ മരിച്ചു പോകുമല്ലോ, എന്നാണ് എന്റെ മരണമെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ എപ്പോഴും വേണമെങ്കിലും മരിക്കാമല്ലോ, മനുഷ്യന് ഗ്യാരണ്ടി നിശ്ചയിച്ചിട്ടില്ല. ഈ കാണുന്ന ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ, ഈ ട്യൂബ് ലൈറ്റിന് ഇത് സംവിധാനിച്ച ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഇതുണ്ടാക്കിയ വ്യക്തി, അദ്ദേഹം അതാ 1 വർഷം ഗ്യാരണ്ടി നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 2 വർഷം ഗ്യാരണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഈ മൈക്കിനതാ ഗ്യാരണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യ, ഉമ്മ പെങ്ങന്മാരെ, ലോകത്ത് ഗ്യാരണ്ടി നിശ്ചയിക്കാത്തത് ആരാണെന്നറിയുമോ? അത് ഞാനും നിങ്ങളാ. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതാ നിങ്ങൾ കണ്ടില്ലേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പഠിപ്പിക്കുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫാ, ബലഹീനന്മാരായിട്ടാണ് മനുഷ്യ മക്കളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ബലഹീനമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് ഗ്യാരണ്ടി നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളിരിക്കുന്ന ഈ കസേര, അല്ലെങ്കിൽ പ്രസിഡന്റ് ഇരിക്കുന്ന ഈ കസേര, അല്ലെങ്കിൽ ഈ ഉസ്താദ് ഇരിക്കുന്ന ഈ കസേര, ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, കിട്ടുന്ന അവസരത്തില് അതാ നിങ്ങൾക്ക് വരുന്ന പരിശുദ്ധമായ റമദാൻ ശരീഫുകളിൽ നിങ്ങൾ ധാരാളം അഫ്ദല ദിക്ർ അധികരിപ്പിച്ചോ. അതുകൊണ്ട് ചൊല്ലിക്കോ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളുടെ ബർക്കത്തിനാലമേ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ
ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലവീനവനാടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനെന്ന് പറയുന്ന ഈ കാര്യം മറന്നു പോകരുത്. വിശുദ്ധമായ റമദാൻ ശരീഫ് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധമായ തസ്ബീഹ് എടുത്തു വെച്ചുകൊണ്ട് ഓരോ ദിവസം നിങ്ങളാൽ കഴിയുന്ന ദിക്ർ ചെല്ലാൻ മറന്നു പോകരുത്. അഫ്ദല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റിനെ ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അതാ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവ് കടന്നു വരുന്ന സമയത്ത് അതാ പള്ളിയിലേക്ക് വരികയും അന്ന് പ്രത്യേകം ദിക്ർ ചൊല്ലിക്കൊണ്ട് സർവേശ്വരനായ അല്ലാഹുവിലേക്ക് നമുക്കതാ പശ്ചാത്തപിച്ചു മടങ്ങേണ്ട സുന്ദരമായ മാസമാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും കൂടുതൽ പെരുപ്പിക്കേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കണം നിങ്ങൾ. കല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൂരശിനാ പർവ്വതത്തിൽ വെച്ച് അല്ലാഹുവിനോട് സംസാരിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ സർവേശ്വരനായ പടച്ച തമ്പുരാന്റെ അടുക്കൽ ചോദിക്കുകയാണ്, യാ റബ്ബീ, എന്റെ റബ്ബേ, എനിക്ക് നിന്നെ എപ്പോഴും സ്മരിക്കുവാനുള്ള, എപ്പോഴും ഓർക്കുവാനുള്ള ഒരു ദിക്റൊന്ന് പഠിപ്പിച്ചു തരണേ റബ്ബേ. ആരാണ് ഈ ചോദിക്കുന്നറിയുമോ? നാം നമ്മുടെ സമയങ്ങളെ വേസ്റ്റാക്കരുത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ സമയങ്ങൾക്കതാ വിലമതിക്കപ്പെട്ട മുത്താകുന്നു സമയം. പോയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ചോദിച്ചത് കണ്ടില്ലേ? പടച്ചവനെ, നിന്നെ സ്മരിക്കുവാൻ വേണ്ടി, നിന്നെ ഓർക്കുവാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റൊന്ന് പഠിപ്പിച്ചു തരണമല്ലാ. ആ സമയത്തതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂസാ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ സുന്ദരമായ വാക്യം അങ്ങ് ഉരുവിട്ടുകൊണ്ടിരിക്കും മൂസാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അധികരിപ്പിച്ചു കൊണ്ടിരിക്കും മൂസാ. കേട്ടോ, ഇവിടെ വരുന്ന ഉസ്താദുമാരുടെ അടുക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ശൈഖന്മാരുടെ അടുക്കൽ പോയിട്ട് എനിക്ക് എന്റെ ശരീരം എന്റെ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ രക്ഷപ്പെടണം അല്ലേ? എല്ലാവരുടെയും ആഗ്രഹമാണ് ദുനിയാവും വേണം ആഖിറവും വേണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഔറാദൊന്ന് പഠിപ്പിച്ചു തരൂ എന്ന് ഏതെങ്കിലും ആലിമീങ്ങളുടെ അടുക്കലോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അടുക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശൈഖന്മാരുടെ അടുക്കലോ ചെന്നാൽ ഉസ്താദുമാര് ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചു തരും. ആ സമയത്തൊരു മറുചോദ്യമല്ല, ചൊല്ലിക്കോണം. പക്ഷേ ചിലർക്കതാ തൃപ്തി വരുന്നില്ല. എന്തേ തൃപ്തി വരാത്തെന്നറിയുമോ? മറ്റൊന്നും കൊണ്ടല്ല, ഈ ദിക്റിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് എന്നും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിന് സമാധാനം കിട്ടും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സർവേശ്വരനായ പടച്ച തമ്പുരാന്റെ അടുക്കൽ ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ തമ്പുരാനെ, എനിക്ക് വേറൊരു ദിക്ർ പഠിപ്പിച്ചു തരൂ റബ്ബേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ചോദിക്കുന്നു, പടച്ചവനെ, എനിക്ക് വേറെ ഒരു ദിക്ർ പഠിപ്പിച്ചു തരൂ. ഞാൻ എപ്പോഴും ചൊല്ലുന്ന ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പറഞ്ഞു, മൂസാ, ആ കാണുന്ന ആകാശ
ആകാശലോകമുണ്ടല്ലോ മൂസ, ഈ കാണുന്ന പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ മൂസ, ഈ ആകാശത്തിലും ഭൂമിയുടെയും ഇടയിൽ ഒരുപാട് സസ്യലതാദികളുണ്ടല്ലോ, ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ടല്ലോ, ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹം നിറഞ്ഞതായ മണ്ണാണല്ലോ. ഇങ്ങനെയുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് മൂസ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാണുന്ന സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് മൂസ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ടോ പടച്ച തമ്പുരാൻ നിർത്തുന്നില്ല. മൂസാ നബി അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പറയുന്നു, മൂസ, ഈ ആകാശത്തിലും ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെയും അതാ ഒരു ത്രാസിൻ്റെതായ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധ കലിമയുണ്ടല്ലോ, അതരാ മറ്റൊരു തട്ടിലുമായി കൊണ്ടങ്ങോട്ട് തൂക്കി നോക്കുക. ഈ കാണുന്ന ആകാശഭൂമിയുടെ ഇടയിൽ കാണുന്ന സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും കൂടുതൽ മുൻതൂക്കം കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ദിക്റിനാകുന്നു. മൂസാ നബി അലൈഹിമുസ്സലാത്തു വസ്സലാമിന് സമാധാനവും ശാന്തിയും ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാന്റെ രാത്രിയിൽ, പരിശുദ്ധമായ റമദാന്റെ പകലിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾ ചെല്ലാൻ മറന്നു പോകരുത്. എല്ലാവരും ചെല്ലണം. അവരുടെ സ്വശരീരത്തിനു വേണ്ടി മരിക്കുന്നതിന് മുമ്പ് ഈ 70,000 ദിക്ർ ചൊല്ലി വെച്ചോ. അതാണ് നമുക്ക് മരിച്ചു ചെല്ലുമ്പോഴും ദുനിയാവിലും കിട്ടുന്ന ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഒന്ന്. അഫ്ദൽ ദിക്ർ ധാരാളം ചൊല്ലുക. രണ്ടാമതായി കൊണ്ട് പഠിപ്പിക്കുന്നു, ആ പരിശുദ്ധമായ റമദാന്റെ ഏറ്റവും ഉത്തമമായ റമദാൻ മാസം, ആ റമദാൻ മാസത്തിൽ അതാ രണ്ടാമത്തെ കാര്യം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? വതസ്തഗ്ഫിറൂനഹു. ആ പരിശുദ്ധ മാസത്തിൽ അതാ പാപമോചനം തേടിക്കോ. നാം എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. എന്റെ സഹോദരിമാർ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. എന്റെ സഹോദരങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണല്ലോ ഒരു മാസം. അതായി പരിശുദ്ധമായ മാസത്തിൽ എത്രത്തോളം നന്മയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എത്രത്തോളം നന്മയാണ് നമുക്കതാ കരുതി അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധമായ റമദാൻ? റംസാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മൂർത്തിയ രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാടുന്ന രാത്രി, ഭക്തിയാലാടുന്ന രാത്രി, ഭക്തിയാലാടുന്ന രാത്രി. 1000 മാസം സൽക്കർമ്മം ചെയ്തതിന് പുണ്യമാണി പുണ്യരാത്രി, പുണ്യമാണി പുണ്യരാത്രി. മലക്കുകളായിരം ഭൂമിയിൽ ഇറങ്ങി തസ്ബീഹ് ചൊല്ലുന്ന രാത്രി, തസ്ബീഹ് ചൊല്ലുന്ന രാത്രി. ആ മലക്കുകളുടെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്കും തസ്ബീഹും തഹ്ലീലും ചൊല്ലണം. നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അതാ മലക്കുകൾ നമ്മുടെ അടുക്കൽ ഹാജരുണ്ട്. ആ സമയത്ത് നാം ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. മുൻകാല മഹത്തുക്കൾ അവരുടെ പാപമോചനങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞില്ലേ, പിന്നെ ഒരിക്കലും അവർ ഒരു തെറ്റിലേക്ക് മടങ്ങിയിട്ടില്ല. കാക്കത്തൗബയാവാൻ പാടില്ല. നാമതാ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുന്ന സമയത്ത് കാക്ക ചെയ്യുന്നത് പോലെ തൗബ ചെയ്താൻ പാടില്ല. മറിച്ച് അതാ തൗബ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നാം ഒരു തെറ്റിലേക്കും പോകാൻ പാടില്ല. എന്റെ ഉമ്മ പെങ്ങന്മാരെ മനസ്സിലാക്കിക്കോ, മുൻകാല മഹ്ദിമാരതാ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, പാപമോചനം തേടിക്കഴിഞ്ഞാൽ പിന്നെ അതാ അവർ ഒരു തെറ്റിലേക്ക് മടങ്ങിയ ചരിത്രമില്ല.
അവർ മരണം വരെയും സർവേശനായ പടച്ച തമ്പുരാനെ ഭയന്നു ജീവിച്ചു. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 4 കാര്യങ്ങൾ നമ്മൾ മുഖ്യമായി എടുക്കേണ്ടതാണ്. അതിൽ രണ്ടാമതായി കൊണ്ട് പറയുന്നു, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ, പാപമോചനത്തെ അധികരിപ്പിച്ചോ. നിങ്ങൾ കണ്ടില്ലേ, നൂറ്റാണ്ടുകൾക്ക് അപ്പുറമതാ ശഅബാനത്തുൽ മിസ്രിയ, മഹദി അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ മഹദിയെ പോലെ നമുക്ക് ജീവിക്കണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മഹദി അവர்கள் അല്ലാഹുവിനെ ഭയന്നു ജീവിച്ചു. ആദ്യമായി കൊണ്ട് അവരുടെ ജീവിത ശൈലിയെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ആദ്യമായി കൊണ്ട് ആ ശഅബാനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണതാ മിസ്രിലെ ഏറ്റവും വലിയ തെമ്മാടിയായ ഒരു പെണ്ണായിരുന്നു. ഏത് ഡാൻസിന്റെയും പിന്നാലെ ആ പെണ്ണ് കാണും, ഏത് ക്യാബറ ഡാൻസിന്റെ പിന്നാലെയും ആ പെണ്ണ് കാണും. ഏതൊരു മ്ലേച്ഛമായ പ്രവൃത്തി ഉണ്ടോ ആ പ്രവൃത്തിയുടേതായ മുന്നിലെല്ലാം ശഅബാനത്ത് കാണും. എന്നാൽ അതാ ശഅബാനത്ത് നന്നാകുന്നത് നിങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധമായ റമദാൻ ശരീഫിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു തെറ്റിലേക്ക് പോകരുത് കേട്ടോ. നിങ്ങൾ ഈ ചരിത്രം മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ ഈ ചരിത്രം ഒന്ന് ഹൃദിസ്ഥമാക്കി വെച്ചോ. നിങ്ങൾ കണ്ടില്ലേ ശഅബാനത്തുൽ മിസ്രിയ, അതാ അപ്പുറത്തൊരു സ്റ്റേജ് കെട്ടുകയാ. അവിടെ ഒരു സ്റ്റേജ് കെട്ടുന്നു. ഇപ്പുറത്തായിക്കൊണ്ട് അല്ലാഹുവിന്റെ ആലിമായ മഹാപണ്ഡിതനായ സ്വാഹിബുൽ മുർരി തങ്ങളതാ വഅദ് പറയുവാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ സദസ്സിൽ ഇന്നത്തെ കാലം പോലെയാ. നാം ഒന്ന് മനസ്സിലാക്കിക്കോ. ഇവിടെ വല്ല ഡാൻസോ കഥാപ്രസംഗങ്ങളോ ആയിരുന്നു എങ്കിൽ ഈ നാട്ടിലുള്ള എത്രയോ മുഅ്മിനീങ്ങൾ ഇവിടെ വരുമായിരുന്നു, എത്രയോ മുസ്ലിമീങ്ങൾ ഇവിടെ വരുമായിരുന്നു, എത്രയോ മനുഷ്യന്മാർ ഇവിടെ വരുമായിരുന്നു. ഈ സ്റ്റേജ് മതിയാവുകയില്ല. ശൈത്താൻ എവിടെയുണ്ടോ അവിടെ അതാ ധാരാളം മനുഷ്യർ കൂടി പോകുന്നു. ഇവിടെ അതാ പരിശുദ്ധമായ വിജ്ഞാനം പറയുന്ന മജ്ലിസായപ്പോൾ മനുഷ്യര് കുറഞ്ഞുപോയി. അല്ലാഹുവിനെ ഭയക്കുന്നവർ മാത്രമാണ് വിജ്ഞാനത്തിന്റെ മജ്ലിസിലേക്ക് കടന്നു വരുന്നത്. അല്ലാത്തവർക്ക് കടന്നു വരാൻ കഴിയുകയില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പരിശുദ്ധമായ വിജ്ഞാനം കേൾക്കാൻ അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ തങ്ങളത് അപ്പുറത്ത് വഅദ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയോ ശഅബാനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ് അതാ മ്ലേച്ഛമായ ഡാൻസ് അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാ. ഡാൻസ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അതാ അപ്പുറത്ത് നിന്നുകൊണ്ട് ഉസ്താദിന്റെ വഅദ് കേൾക്കുകയാ. സാഹിബുൽ മുർരി തങ്ങളതാ അവിടെ വഅദ് പറയുകയാണ്. ഇവിടെയോ അതാ ഡാൻസ്. അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യ മക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. അവിടെ അതാ അവൾ ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവള് പറഞ്ഞു പോയി, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടൊന്ന് വരണേ. അദ്ദേഹം അതാ കടന്നു ചെല്ലുന്നു. ആ സ്റ്റേജിൽ നിന്നൊരു വ്യക്തിയതാ കടന്നു ചെല്ലുന്നു. ആ സ്റ്റേജിൽ നിന്നൊരു ചെറുപ്പക്കാരനതാ കടന്നു ചെല്ലുന്നു. ആ പെണ്ണതാ പറയുന്നു ചെറുപ്പക്കാരന്റെ അടുക്കൽ, അതാ അവിടെ പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. അവിടെ എന്താണെന്നറിയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറയണം അത് നിർത്തുക. അത് നിർത്താൻ വേണ്ടി പറയണം. ആരാണ് ഈ പറയുന്നത്? ശഅബാനത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പെണ്ണ്. ഇതിവിടെ നടക്കുമ്പോൾ അതവിടെ നടക്കാൻ പാടില്ല. അത് നിർത്തുവാൻ വേണ്ടി പറയണം. അതാ പെണ്ണങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ പെണ്ണ് പറഞ്ഞു വിട്ട ചെറുപ്പക്കാരൻ അതാ അവിടെ ഇരുന്നു പോയി. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല.
അങ്ങനെ വന്നപ്പോൾ അതാ ശൈവാനത്തെ രണ്ടാമത്തെ ആളിനെ വിടുകയാണ്. രണ്ടാമത്തെ ആളും അവിടെ പോയിരുന്നു. മൂന്നാമത്തെ ആളിനെ വിടുന്നു. മൂന്നാമത്തെ ആളും അവിടെ പോയിരുന്നു. നാലാമത്തെ ആളിനെ വിടുന്നു. നാലാമത്തെ ആളും അവിടെ പോയിരുന്നു. അങ്ങനെ അതാ ശൈവാനത്തിന്റെ ഡാൻസ് കാണാൻ, ശൈവാനത്തിന്റെ പൈശാചികമായ ഡാൻസും ആ ഗാനമേളയും കാണാൻ ആരുമില്ലാതെ ആയിപ്പോയി. നോക്കണം നിങ്ങൾ. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ആ പെണ്ണുമതാ ഇറങ്ങി തിരിച്ചു ഇലാ ഹദറത്തി സാഹിബിൽ മുരിത്തങ്ങൾ, ആ തങ്ങളുടെ ഹദറത്തിലേക്ക് പോവുകയാ. അവിടെ ചെല്ലുന്ന സമയത്ത് അതാ ഉസ്താദ് നല്ല നിലയിൽ പ്രസംഗിക്കുകയാണ്. എന്റെ പ്രസംഗം കേട്ടുകൊണ്ട്, ഞാൻ സാധുവായ എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങളാരും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ള മോമിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വരികയാ. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരുപാട് ഹറാമ് നോക്കിപ്പോയി, ഒരുപാട് കറാഹത്ത് പ്രവർത്തിച്ചു പോയി. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹറാമായ ഭക്ഷണം, ഒരുപാട് പലിശയുടെ ഭക്ഷണം, ഒരുപാട് മനുഷ്യ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം, ഇതെല്ലാം കഴിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം മൊത്തം കറ പിടിച്ചിരിക്കുകയാ. പാപം ചെയ്തുകൊണ്ട് കറ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരിശുദ്ധമായ റമദാനിൽ ധാരാളം പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. അങ്ങനെ അതാ പെണ്ണ് മഹാനായ തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. എന്താണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയുമോ? ഇന്നലദൈന അൻകാലം വജഹീമൻ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ എന്ന പരിശുദ്ധമായ ആയത്തങ്ങോട്ട് ഓതി കേൾപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഇന്നലദൈന അൻകാലം വജഹീമാ, നരകമുണ്ടല്ലോ, കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിൽ അതാ തെമ്മാടികളായ മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരെ അതാ അവരുടേതായ കൈകാലുകള് കൂട്ടിക്കെട്ടുന്നതായ ചങ്ങലകളെ ഞാൻ തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാ. മാത്രവുമല്ല, അവർക്ക് വെള്ളത്തിന് ആവശ്യപ്പെടുന്ന സമയത്ത് മാഉൻ ഹമീം, തിളച്ചു പതച്ചു കിടക്കുന്ന മ്ലേച്ഛമായ വെള്ളമുണ്ടല്ലോ. ഏതുപോലെയാണ് ഒരു മനുഷ്യന്റേതായ ശരീരത്തിൽ ചെറിയൊരു വ്രണം വന്നു, ആ വ്രണമതാ പഴുത്തു പഴുത്ത് 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 പഴുത്തതിന്റെ മാംസവും മജ്ജയുമായി കൊണ്ട് ഇങ്ങനെ അതാ ഒലിക്കുകയാണ്. അതിന് വല്ലാത്ത ദുർഗന്ധം വമിക്കുകയാണ്. ആ ദുർഗന്ധം വമിക്കുന്നതിന്റെ അടുക്കൽ ആരും തന്നെ അടുക്കുകയില്ലല്ലോ. എന്നാൽ അതുപോലെ അതാ ദുർഗന്ധം വമിക്കുന്ന മ്ലേച്ഛമായ ആ ചീഞ്ചലമാകുന്നു മാഉൻ ഹമീം. ആ ചീഞ്ചലം അതാ ചുട്ടുപഴുത്തു കിടക്കുന്ന ചീഞ്ചലം നമുക്ക് വെള്ളമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വായിലൂടെ അതാ ഇറ്റൊഴിക്കുന്നു, വായിലൂടെ ഒഴിച്ചു തരുന്നു. അതതാ നമ്മുടെ ചെറുകുടലും നമ്മുടെ വൻകുടലും നമ്മുടെ ആമാശയും എന്ന് വേണ്ട സർവ്വതുമായി കൊണ്ട് ഉരുകി ഒലിക്കുകയാ. അതതാ പിൻദ്വാരത്തിലൂടെ പോയി. അത്രയും അതികഠിനമായ ശിക്ഷ, അദാബുൻ അലീമാ, വേദനാജനകമായ ശിക്ഷയുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വന്നാൽ പരസ്യമായി ബീഡി വലിക്കരുത് കേട്ടോ, പരസ്യമായ ആഹാരം കഴിക്കരുത് കേട്ടോ. ഓ സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ, നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആഴ്ചകൾ നിങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പരസ്യമായ ആഹാരം കഴിക്കരുത് കേട്ടോ. നിങ്ങൾ നോമ്പുകാരനെ പോലെ, നിങ്ങൾ നോമ്പുകാരിയെ പോലെ പിടിച്ചു നിൽക്കണേ. നിങ്ങൾ ഒളിച്ചു നിന്നുകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അല്ലാതെ പരസ്യമായി കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിന്റെ കോർട്ട് ചെല്ലുന്ന സമയത്ത് അദാബൻ അലീമാ, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ.
അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ ആരും സഹായത്തിന് കാണുകയില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ തങ്ങള് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഈ മിസ്രിലെ തെമ്മാടിയായ ശിവാനത്താണെങ്കിലും ശരി, അതാ അല്ലാഹുവിന്റെ അടുക്കൽ പാപമോചനം തേടിക്കഴിഞ്ഞാൽ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനിൽ വെച്ച് ഏറ്റവും പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ പശ്ചാത്തപിച്ചോ, പടച്ചവനതാ നിങ്ങൾക്ക് പുറത്തു തരും. നമുക്ക് പുറത്തു തരാൻ വേണ്ടിയാണ് പരിശുദ്ധമായ സുന്ദരമായ പാപമോചനത്തിന്റെ മാസം, അത്താഴത്തിന്റെ മാസം, റാഹത്തിന്റെ മാസം, കരുണയുടെ മാസം എന്ന് വേണ്ട എല്ലാ സുഖങ്ങളും അനുഭവിക്കേണ്ട മാസമായ പരിശുദ്ധമായ മാസം. ഒരൊറ്റ വീട്ടിലും പട്ടിണി എന്ന് പറയുന്ന ഒന്നാ പരിശുദ്ധമായ മാസത്തിലില്ല. ഇല്ലാത്ത ഫക്കീറിന്റെ വീട്ടിൽ പോലും ആഹാരമുണ്ട്. അത്രയും സുന്ദരമായ പരിശുദ്ധമായ മാസത്തിൽ നാം 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അത് രണ്ടാമതായി കൊണ്ട് പാപമോചനം തേടണേ, മറന്നു പോകല്ലേ. പാപം പൊറുപ്പിക്കാതെ നാം മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയുണ്ട് കേട്ടോ. ആരെപ്പോലെയാണ് പാപമോചനം തേടേണ്ടത്? അവിടെയാണ് വിഷയം. എങ്ങനെയെങ്കിലും പാപമോചനം തേടിയാൽ മതിയോ? പടച്ചവനെ, പരിശുദ്ധമായ റമദാൻ മാസം വന്നു, ഈ റമദാൻ മാസത്തിൽ എന്റെ പാവങ്ങളെല്ലാം നീ പുറത്തേക്കണേ തമ്പുരാനെ. ഇങ്ങനെ 4-5 അല്ലെങ്കിൽ 5-6 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു. റമദാൻ മാസം കഴിഞ്ഞപ്പോൾ പഴയതുപോലായി. അങ്ങനെ വരാൻ പാടില്ല. മറിച്ച് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാലും ശരി നിങ്ങൾ ജീവിക്കണം, ശിർബാനത്തുൽ മിസ്രിയെ പോലെ ജീവിക്കണം. അവരതാ ഉസ്താദിന്റെ അടുക്കൽ തങ്ങള് പറഞ്ഞ തെമ്മാടിയായ ശിർബാനത്ത് ഞാനാണ് തങ്ങളെ, എനിക്ക് പാപമോചനമുണ്ടോ? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, അതേ, നിനക്കും പാപമോചനമുണ്ട്. അല്ലാഹു തആല പൊറുക്കുന്നവരിൽ വെച്ച് ഏറ്റവും പൊറുക്കുന്നവനാണ്. തങ്ങളെ കൊണ്ടതാ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ശിവാനത്ത് ചെല്ലുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മഹോന്നതനായ, ഉന്നതനായ, സർവേശ്വരനായ, സർവാധിപതിയായ ലോകരക്ഷിതാവിന്റെ അടുക്കല്ലതാ ഇന്നലെ വരെ തെമ്മാടിയായി കഴിഞ്ഞ, ഇന്നലെ വരെ അല്ലാഹുവിനെ മറന്നുപോയ, ഇന്നലെ വരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നുപോയ പെണ്ണ് അതാ ചെല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മഹോന്നതായ പടച്ച തമ്പുരാന്റെ അടുക്കൽ, പടച്ചവനെ നീ എനിക്ക് നീ പുറത്തു തരണമല്ലാ, ഇനി ഞാൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോവില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതാ പശ്ചാത്തപിച്ചു വന്ന് പിന്നെ ഒരിക്കലും ശിവാനത്തുൽ മിസ്രിയ ഒരൊറ്റ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ നാം എങ്ങനെ പറയണം? ശിവാനത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ, അത്രത്തോളം സ്ഥാനത്തിലേക്ക് അവർ ഉയർന്നുപോയി. അവരതാ പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും അവർ ചെയ്തിട്ടില്ല. അങ്ങനെ അവരുടെ ജീവിതം അതാ ആഴ്ചകൾ, മാസങ്ങളായി മാസങ്ങൾ, വർഷങ്ങളായി വർഷങ്ങൾ അതാ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിവാനത്തുൽ മിസ്രിയുടെ മനസാന്തരം മന്ത്രിച്ചു, എനിക്കൊരു ഹജ്ജ് ചെയ്യണമല്ലോ, ആ കരിമ്പടം എനിക്കൊന്ന് ചുംബിക്കണമല്ലോ, ഹജറുൽ അസ്വദ് എനിക്കൊന്ന് കാണണമല്ലോ, ഇബ്രാഹിം മക്കാം എനിക്കൊന്ന് കാണണമല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള എനിക്കൊന്ന് കാണണമല്ലോ യഥാ മന്ത്രിക്കുകയും അവർ ഹജ്ജിലേക്ക് പോവുകയാ. അങ്ങനെ ഹജ്ജിൽ പോയി അവരതാ കരിമ്പടം അതാ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ കാണുകയാണ്. ആരെയാണ് കാണുന്നത്? എന്നെ അതാ ഞാനാക്കു മാറ്റിയ എന്റെ ഉസ്താദ് അപ്പുറത്ത് നിൽക്കോ. ആ ഉസ്താദിന് എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ റബ്ബേ.